ഇപ്പോൾ ഓണ സീസണാണ്. മിക്കവാറും എല്ലാ വീടുകളിലും കാണും ഏത്തപ്പഴം. ഒരുപാട് കാണും. ചിലർ കൊലകളായിട്ട് വാങ്ങിക്കും, അത് ഒരുപാട് പുഴുങ്ങും. അപ്പോൾ ഇങ്ങനെ പുഴുങ്ങി കഴിയുമ്പോൾ നമുക്ക് കുറേ തൊണ്ട് കിട്ടുന്നില്ല, ഏത്തപ്പഴത്തിൻ്റെ തൊലി കിട്ടും. ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി പൊട്ടാഷാണ്, മുഴുവൻ പൊട്ടാഷാണ്. പൊട്ടാഷിൻ്റെ കലവറ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ജൈവ പൊട്ടാഷ് ഉണ്ടാക്കാം. ഇപ്പോൾ സാധാരണ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന വീട്ടമ്മമാരൊക്കെ ആയിരിക്കും, അല്ലാത്തവരൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അധികം സ്ഥലമൊന്നും ഇല്ലാതെ കുറച്ച് സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുന്നവർക്ക് ഈ രാസവളമൊക്കെ മേടിച്ച് ഇടാൻ ഒരു ബുദ്ധിമുട്ട് വരും. ചിലർക്ക് രാസവളത്തോട് അതൃപ്തിയായിരിക്കും. ഞാൻ രാസവളം ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ എൻ്റെ നൈട്രജനും പൊട്ടാഷ്യം കാർബണൊക്കെ കിട്ടുന്നതൊക്കെ ഈ പച്ചിലകളിൽ നിന്നും അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളിൽ നിന്നൊക്കെയാണ് എനിക്കത് കിട്ടുന്നത്. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഒന്നിലും രാസവളം ചേർക്കാറില്ല. അപ്പോൾ ഇതിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പൊട്ടാഷിൻ്റെ ഗുണം എന്താണെന്ന് കുറേയൊക്കെ ആൾക്കാർക്ക് അറിയാം. ഈ റോസ് അല്ലെങ്കിൽ പൂച്ചെടികളെല്ലാം തന്നെ, അതുപോലെ മുളക്, പച്ചമുളക്, തക്കാളി, വെണ്ട എന്ന് വേണ്ട പൂത്ത് വരുന്ന എല്ലാ സാധനങ്ങൾക്കും പൊട്ടാഷിൻ്റെ കുറവുണ്ടെങ്കിൽ പൂക്കില്ല, പൂവ് വിരിയില്ല. അഥവാ തന്നെ പൂ വിരിഞ്ഞാൽ തന്നെ അത് കൊഴിഞ്ഞു പോകും. കായ്പിടുത്തമൊക്കെ വളരെ കുറവ്. ചെടി നന്നായിട്ട് വളരും. അതിന് മറ്റു വളങ്ങൾ മതി ചെടി വളരാൻ. പക്ഷേ ഞാനീ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പൊട്ടാഷിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ പോയി രാസവള പൊട്ടാഷുകൾ വാങ്ങിക്കാറില്ല. അപ്പോൾ നമുക്കിതേ പൊട്ടാഷ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല സൂത്രമാർഗം ഇതാണ്. പഴത്തിൻ്റെ തൊലി നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ കുറച്ച് തൊലി ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ കൂടുതലും പുഴുങ്ങിയ പഴത്തിൻ്റെയാണ്. ഇതൊക്കെ പുഴുങ്ങിയ പഴത്തിൻ്റെയാണ്. അപ്പോൾ ഇത് പുഴുങ്ങാത്ത പച്ച പഴമാണ്. പച്ചപ്പഴം എന്ന് പറയുമ്പോൾ പുഴുങ്ങാത്ത പഴം ആണ്. അതിൻ്റെ തൊണ്ടെടുത്തിട്ടുണ്ട്. ഈ പുഴുങ്ങിയ തൊലിയുടെ വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല. പഴം ആവി കയറ്റിയാണല്ലോ പുഴുങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ വലിയ ഗുണമൊന്നുമില്ല. എങ്കിൽ തന്നെ വെള്ളത്തിലിട്ട് പുഴുങ്ങുകയാണെങ്കിൽ ഗുണം ഉണ്ടായിരുന്നേനെ. ഇത് ആവി കയറ്റി പുഴുങ്ങുന്നത് കൊണ്ട് വെള്ളത്തിന് വലിയ ഗുണമൊന്നുമില്ല. എന്തെങ്കിലും ഞാൻ ആ വെള്ളം എടുത്ത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. നമുക്കത് ഇതിൽ ഉപയോഗപ്പെടും. അപ്പോൾ ഈ പൊട്ടാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം തന്നെ ആശംസകൾ നേരുന്നു. ഇന്നാണ് ഓണം. നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുമ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആയി കാണും. ഞാനിത് നിന്ന് പൊട്ടാഷ് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കാര്യമായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞ തൊലിയൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഞാനിതെടുത്ത് വച്ചിരിക്കുന്ന നേരത്തെ പറഞ്ഞ് മാറ്റി വച്ചിരിക്കുന്ന വെള്ളമാണിത്. ഇതിപ്പോൾ മുങ്ങിക്കിടക്കാവുന്ന അതേ അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് ഇത് തിളയ്ക്കണം. കാരണം നമുക്കിത് അരിഞ്ഞ് ചോട്ടിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് മറ്റേ മിക്സിയിലടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ചെയ്യാം. ഇത് നമ്മൾ സ്പ്രേ ചെയ്യാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ സത്ത് മുഴുവനും ഇളകണം ഇതിലേക്ക്. അതാണ് സ്പ്രേ ചെയ്യാൻ ഉള്ള രൂപത്തിലാക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കണം. ഈ തൊലിയിലെ പൊട്ടാഷ് മുഴുവൻ അബ്സോർവ് ചെയ്ത് വെള്ളത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ശർക്കരയ്ക്ക് വേറെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ഇത് കുറേ വെള്ളം വറ്റിയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇതിനി നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് ഉടച്ചെടുക്കും. ഈ സത്തുകളെല്ലാം ഇതിലേക്ക്, ഈ വെള്ളത്തിലേക്ക് ചെല്ലണം. ഇപ്പോൾ ഇത് 1 ലിറ്ററോളം വെള്ളമുണ്ട്. ഇത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് 1 ലിറ്റർ പച്ചവെള്ളവും കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് ഇലകളിൽ മാത്രം അടിച്ചു കൊടുക്കുക.
അരിച്ചെടുത്തിട്ട് വേണം സ്പ്രേ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാട് കരടുകളുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഈ ചണ്ടി നമുക്ക് വേണമെങ്കിൽ എന്തിൻ്റെങ്കിലും ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അല്പം മണ്ണിട്ട് കൊടുത്താൽ മതി. അത് ഇതിൽ വലിയ കാര്യമായ വളമൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് അഴുകി ചേർന്നോളും. അത് നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.